ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. നമ്മൾ എല്ലാം നടന്ന് ക്ഷീണിച്ച് ഒരു പരുവായി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പേര് കൊടുത്ത് നമ്മൾ കുറേ നേരം വെളിയിൽ വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. ഇതാണ് ഗോവയിലെ സ്പെഷ്യൽ താലിയാണ്. അത് ഫിഷ് താലി ആയതുകൊണ്ട് ഫിഷിൻ്റെ എല്ലാം അതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. ഫുൾ ഫിഷ് വെച്ചുള്ള പല റെസിപ്പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്ഷീണം കാരണം എല്ലാം കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പം കുട്ടികളുള്ളതുകൊണ്ട് അവർ പല രീതിയിലുള്ള ഓരോ ദിവസവും ഓരോന്നായിരുന്നു. ഇന്ന് ഡോഗിനെയാണ് അവരുണ്ടാക്കി വെച്ച്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു കൗതുകമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഷോപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കാനുള്ള സമയമൊന്നും അവർ തരത്തില്ല. അവർക്ക് അതിനുള്ള ക്ഷമയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഓഫ് സീസൺ ആണെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു അവിടെ. ബീച്ച് വന്നതും കളി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. വെള്ളത്തിൽ നിന്ന് കയറത്തേ ഇല്ലായിരുന്നു. പേടിയായിരുന്നു, കാരണം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാവരും എൻജോയ് ചെയ്യുമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പിങ്കിയുടെയോ ഇച്ചപ്പോൾ ഇറങ്ങല്ലെന്ന് പറഞ്ഞാൽ പിങ്കി ചോദിക്കും പിന്നെ എന്തിനാണ് ഞാൻ ബീച്ചിൽ വന്നേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് സമയം വെള്ളത്തിൽ കളിച്ചു. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിങ്കിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ കേരളയിലൊക്കെ പോകുമ്പോൾ ആദ്യം പറയുന്നത് നമുക്ക് ബീച്ചിൽ പോകണം എന്നാണ്. അങ്ങനെ ബീച്ചിലൊക്കെ ഒരുപാട് സമയം കളിച്ചു. പിന്നെ ഒരുപാട് മുന്നോട്ടൊന്നും പോകാൻ സമ്മതിച്ചില്ല, നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പരുവത്തിലൊക്കെ നിന്ന് പിങ്കി ഒരുപാട് സമയം വെള്ളത്തിൽ കളിയായിരുന്നു. പക്ഷെ പിങ്കു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിങ്കുവിന് കുറച്ച് പേടിയായിരുന്നു വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറ്റി കുറച്ച് നേരം മണ്ണിലൊക്കെ കളിക്കാറുണ്ട്. പിങ്കുവിനും പതുക്കെ ഇറക്കി. പിങ്കുവിന് മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ പാർക്കിലൊക്കെ പോയി മണ്ണിൽ കളിക്കുന്ന ആളാണ്. അപ്പോൾ മണ്ണിൽ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. ഒരു ബക്കറ്റ് നിറയെ സാധനമായിട്ടാണ് പോയത്. അതൊക്കെ വെച്ച് ഓരോന്നോരോ ഉണ്ടാക്കുകയും പിങ്കും ഒരുപാട് എൻജോയ് ചെയ്തു. പിങ്കു പക്ഷേ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇതെല്ലാം. പിന്നെ ഇച്ചിരി രാത്രി ആയപ്പോഴത്തേക്ക് നല്ല ലൈറ്റും വെട്ടവും പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമ്മളെ മുമ്പേ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് ഏറ്റവും എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അവിടെ ചെന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി ഇന്നത്തെ ക്ഷീണം കാരണം കിടക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.